പഠിച്ചു വെച്ചൊരു കാര്യമുണ്ട്. അച്ഛൻ തന്നെയാണ് പുത്രരൂപത്തിൽ വരുന്നത്. അപ്പം തൻ്റെ പ്രതിരൂപം പുത്രരൂപത്തിൽ കാണുന്നു, പുത്രിയുടെ രൂപത്തിൽ കാണുന്നു. അങ്ങനെ നമുക്ക് അതിനോടൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നു. ഇത് എൻ്റെയാണ്, കാരണം എന്നിൽ നിന്ന് വന്നതാണ്, ഇത് എൻ്റേതാണ്. അങ്ങനെ നമ്മളതിനെ പൊസസ് ചെയ്യുന്നു. ശരീരം വന്ന് ശരീരം പോകുന്നതാണെങ്കിൽ വാസ്തവത്തിൽ അങ്ങയുടേതായി ഇവിടെ ഒരു രൂപവും ഇല്ല. ഒരു രൂപവും അങ്ങയുടെ എന്ന് ക്ലെയിം ചെയ്യാൻ അങ്ങക്ക് സാധ്യമല്ല. കാരണം ശരീരത്തിൽ നിന്നാണ് രൂപങ്ങൾ ഉണ്ടാകുന്നത്, രൂപത്തിൽ നിന്നാണ് രൂപമുണ്ടാകുന്നത്. രൂപമില്ലെങ്കിൽ ഒരിക്കലും മറ്റൊരു രൂപത്തിന് നമ്മൾ ജന്മം കൊടുക്കാൻ സാധ്യമല്ല. ഏത് ഒരു വസ്തു വേണമല്ലോ, കാരണം വേണമല്ലോ. കാരണമില്ലെങ്കിൽ കാര്യമുണ്ടാവില്ല. അപ്പം അങ്ങ് രൂപമേ അല്ലെങ്കിൽ, അങ്ങ് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഒന്നാണെങ്കിൽ പിന്നെ അങ്ങക്ക് ഇങ്ങനെ ഒരു പുത്രിയും പുത്രനും ഉണ്ടാവുന്നത്? അപ്പം ഈ പുത്രൻ എന്നും പുത്രി എന്നും നമുക്കും ഉണ്ടാവുന്ന ഒരു ചിന്ത മാത്രമാണത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ജീവിതത്തിലുണ്ടല്ലോ, നിങ്ങൾ എത്ര കണ്ട് എൻ്റെ 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 എന്ന് ഉറപ്പിക്കുന്നു, അത് നാളെ വേറൊരാൾ എൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഈ പോരിനെയാണല്ലോ അതോ ജീവസ്യ സംസതി. ആ മനസ്സ് പിന്നീട് ആഴത്തിൽ ചിന്തിച്ച് നേരത്തെ പറഞ്ഞില്ലേ, നടന്ന് ഒരു വഴി പാടുണ്ടാക്കിയതുപോലെ നാം ചിന്തിച്ച് മറ്റുള്ളവരോട് ഒട്ടലുണ്ടാക്കി ഇന്ന് നമുക്ക് വേർപെടുത്താൻ പറ്റാത്ത വിധത്തിൽ ആ ചിന്തകൾ നമ്മളെ ബന്ധിച്ചിരിക്കുന്നു. അതായത് ചെറിയൊരു ആകർഷണം പിന്നീട് വലിയൊരു ആകർഷണമായി, പിന്നീട് അത് അഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു ബന്ധനമായി തീർന്നിരിക്കുന്നു. അപ്പം സംസാരം എന്ന ശബ്ദത്തിനർത്ഥം ആകർഷണത്തിലൂടെ ഉണ്ടായ ബന്ധനം എന്നർത്ഥം. ഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷനാത്മാനം ആത്മന്യാദായ നിഷ്കളേ അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷനാത്മാനം ആത്മന്യാദായ നിഷ്കളേ അഹം. എൻ്റെ മുന്നിൽ തക്ഷകനുണ്ടെന്ന് പറയരുത്, എൻ്റെ മുന്നിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറയരുത്, എൻ്റെ മുന്നിൽ ഒരു വിഷമങ്ങളുണ്ടെന്ന് പറയരുത്. അഹം ബ്രഹ്മ, ഞാൻ ആരുടെ കൂടെയാണ്? ഭഗവാന്റെ കൂടെയാണ്. അഹം ബ്രഹ്മ, ഞാൻ ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഭഗവാൻ തന്നെയുള്ളൂ. പരം ധാമ, അത് തന്നെയാണ് എനിക്ക് ആശ്രയം, അത് തന്നെയാണ് എൻ്റെ കൂടെയുള്ളത്, അത് തന്നെയാണ് എനിക്ക് എത്തിച്ചേരേണ്ടത്. ബ്രഹ്മാഹം പരമം പദം, ഞാനിപ്പോൾ ബ്രഹ്മമാകുന്ന പരമപദത്തെയാണ് പിടിച്ചിരിക്കുന്നത്, വേറെ ഒരു ആശ്രയം എനിക്കില്ല എന്നിങ്ങനെ സമീചൻ ആത്മാനം ആത്മന്യാദായ നിഷ്കളേ, ആ നിഷ്കളമായിരിക്കുന്ന ആത്മസ്വരൂപനായ ഭഗവാനിൽ തൻ്റെ മനസ്സാകുന്ന ആ ആത്മാവിനെ ഉറപ്പിച്ചു കൊള്ളണം. എന്ന് വെച്ചാൽ ചിന്തകളെല്ലാം ആരെക്കുറിച്ചാവണം? ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങയെ തൊടാൻ ഒരു തക്ഷകനും ോ മൃത്യുഭ്യോ നബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. ഹേ ഭഗവൻ, അഹം ബ്രഹ്മനിർവാണം പ്രവിഷ്ടോ. ഇന്ന് ഞാൻ തക്ഷകനെയല്ല ഓർക്കുന്നത്, ഇന്നെൻ്റെ മനസ്സ് ബ്രഹ്മനിർവാണം അഭയം, ഞാൻ അഭയാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. എനിക്ക് തക്ഷകനെ പോയിട്ട് മൃത്യുവിനെ പോലും പേടിയില്ല. കാരണം ബ്രഹ്മനിർവാണം, എൻ്റെ മനസ്സ് ബ്രഹ്മമായിരിക്കുന്ന ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിഷ്ണുമയം ചക, വേദങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നു. ഏത് ദൃശ്യതേ ശൂയതേ പിവ അന്തർബഹിച്ചതൽ സർവം വ്യാപ്യ നാരായണ സ്ഥിത. എല്ലാറ്റിലും നാരായണൻ തന്നെയാണ് നാം കാണുന്നതൊക്കെ. പരോഹിയോഗോ മനസസമാധി, അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? സമാഹിതം യസ്യ മനഃപ്രശാന്തം ദാനാദിവിക്യം വദതസ്യ കൃത്യം അസംയതം യസ്യ മനോവിനശ്യൽ ദാനാദിവിച്ഛേദപരം കിമേവി. അങ്ങനെ ഒരാൾ ചെയ്യുന്ന സമയത്ത് അസംയതം യസ്യ മനോവിനശ്യൽ, ക്രമേണ അയാളുടെ മനസ്സിലെ ദുർബല ചിന്തകൾ വിനശ്യേൽ, ക്രമേണ അത് നേരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ചിന്തകൾക്കൊക്കെ ഒരു ശക്തി കുറഞ്ഞു വരും. മനഃപ്രശാന്തം, ക്രമേണ എന്ത് കിട്ടും? മനസ്സിന് പ്രശാന്തി കിട്ടും. നോക്കൂ, ഇത് ആര് തരണം? ആരുണ്ടാക്കിയെടുക്കണം? ഇതിനെയാണ് ആത്മീയ സംസ്കാരം എന്ന് പറയുന്നത്. ആത്മീയ സംസ്കാരം എന്നൊക്കെ ശബ്ദം